ഹലോ ഗായ്സ്, അപ്പം അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗായ്സ്, നമ്മൾ ഫ്യൂലൊക്കെ അടിച്ചിട്ട് നമ്മൾ BC-യിലെ കെലോണ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് 2 ദിവസത്തെ ക്യാമ്പിനാണ് പോകുന്നത്. നമ്മളുടെ വണ്ടിയിലാണ് പോകുന്നത്, 7 പേരുണ്ട് പോകുന്നത്. അപ്പം ക്രിസ്റ്റി ഇവിടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് റെഡിയാണ് പോകാൻ വേണ്ടി. നമ്മൾ പതിവ് പോലെ തന്നെ നമ്മളെ പള്ളിയിൽ നിന്നാണ് തുടക്കം. അപ്പോൾ എല്ലാവരുമായിട്ട് വന്ന് പള്ളിയിലൊക്കെ ഇറങ്ങി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ യാത്ര തുടങ്ങി. അങ്ങനെ അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങളൊരു 2 ദിവസം ടെൻ്റൊക്കെ അടിച്ചിട്ട് ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ഫണ്ണാണെന്ന് വിചാരിക്കുന്നു, എന്തായാലും കാണാം. അയ്യോ, അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് നിറയെ കോടമഞ്ഞ്. വണ്ടി ഓട്ടിക്കാൻ 100ൻ്റെ സോണിൽ നമുക്കൊരു 60-ൽ പോകേണ്ട അവസ്ഥയായി. ആ രീതിയിൽ കോടമഞ്ഞായി. നമ്മൾ ഹസാഡൊക്കെ ഇട്ട് പോവുകയാണ്. അങ്ങനെ ഗോസ്റ്റ് ലേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഗോസ്റ്റ് ലേക്ക് എന്ന് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ ചെറിയൊരു ചായയും ബിസ്ക്കറ്റൊക്കെ കഴിക്കാനും പിന്നെ വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്ത്. അപ്പോൾ ഗായ്സ്, ഇതാണ് ലേക്ക്. ഫുള്ള് കോട ഇറങ്ങി കിടക്കുകയാണ്. അതുകൊണ്ട് ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ചായയൊക്കെ കുടിച്ച് പിന്നെ ഒരു ചെറിയ നടത്തേക്ക് നടന്ന്. അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. ഭയങ്കരം ഇവൻ ഇട്ടേക്ക് നമുക്ക് അത്ര കോട്ട് ഇടേണ്ട തണുപ്പൊന്നും ഇല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു ഷർട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത്യാവശ്യം തണുപ്പ്, കാറ്റായിരുന്നു തണുപ്പിച്ചത്. അങ്ങനെ നമ്മുടെ പാപ്പിച്ചേട്ടനാണ് കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് വന്നത്. പുള്ളി അവിടെ നിന്ന് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും രാവിലത്തെ ഒരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന പോലെ കാപ്പിയും ബിസ്ക്കറ്റും കഴിച്ചു. നമ്മൾ യാത്ര പിന്നീട് തുടർന്ന് ആ കോടമഞ്ഞൊക്കെ അങ്ങ് പോയി. നമ്മൾ ആ ആൽബർട്ട കഴിയാൻ പോകുന്നു. ആ ഒരു ബോർഡർ, ആ ഒരു ഭാഗമൊക്കെ എത്താൻ പോകുന്നു. ഭയങ്കര മനോഹരമായ വഴികളായിരുന്നു. പിന്നെ ആ വിൻ്ററൊക്കെ മാറി സമ്മറിലോട്ട് വരുന്നതുകൊണ്ട് പോച്ചയും പുല്ലൊക്കെ വളർന്ന് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇപ്പം നേരെ പോകുന്നത് നമ്മളെ പാപ്പിച്ചേട്ടനൊരു വണ്ടി എടുക്കാനാണ്. അത് കഴിഞ്ഞിട്ടേ നമ്മളെ ആക്ച്വൽ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഗായ്സ്, നിങ്ങളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ആൽബർട്ടയിലെ തന്നെ ബാൻഫ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ ബാൻഫിലെ റോഡിലൂടെ പോകുമ്പോൾ ഉള്ള സീനറീസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര മനോഹരമായ സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ലോകത്തിൽ തന്നെ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ആൽബർട്ടയിലെ ബാൻഫ് എന്ന് പറയുന്നത്. അത്രയും വലിയൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. സമ്മറിലാണേലും വിൻ്ററിലാണേലും ഓരോ സീസണിലും പ്രത്യേക ഭംഗിയാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ. ഞങ്ങളങ്ങനെ പയ്യെ ചില്ലടിച്ച് യാത്രയൊക്കെ തുടങ്ങി. അപ്പം ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പം വീഡിയോ എടുക്കാനായിട്ട് ഞാൻ എൻ്റെ സൈഡിൽ പാപ്പിച്ചേട്ടനായിരുന്നു ഇരുന്നിട്ടുള്ളത്. അപ്പം പാപ്പിച്ചേട്ടനെയാണ് ഞാൻ വീഡിയോ എടുക്കാനൊക്കെ ഫുൾ ഏൽപ്പിച്ചത്. അപ്പോൾ പുള്ളീനെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ ഗോൾഡൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇവിടെ നമ്മൾ നമ്മുടെ ജോലെന്ന് പറഞ്ഞ ചേട്ടൻ്റെ കുഞ്ഞിൻ്റെ ജെൻഡർ റിവീലിന് നമ്മൾ ഈ സ്ഥലത്ത് നമ്മൾ 2 ദിവസം സ്റ്റേ ചെയ്യാൻ വന്നായിരുന്നു. അപ്പം നമ്മളിവിടുത്തെ ടിം ഹോട്ടൽസിൽ നിർത്തി ചായയും കാര്യങ്ങളൊക്കെ കുടിക്കാൻ വേണ്ടി വന്നു. ഈ കാണുന്നവനാണ് ഇക്സാൻ. ഇവിടെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. കൂടുതലും ട്രക്കുകൾ കാര്യങ്ങളാണ്. കാരണം ആ ഒരു ലോങ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിന്നെ റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ളൊരു പ്ലേസ് ആയതുകൊണ്ട് ട്രക്കുകളൊക്കെ ഒരുപാടുണ്ട്. അവരെല്ലാം വണ്ടിയൊക്കെ ഇട്ടിട്ട് ഒരു വാഷ്റൂം ഉപയോഗിക്കാനാണെങ്കിലും ചായ കുടിക്കാനൊക്കെ പോകുന്നുണ്ട്. ഇതാണ് നമ്മൾ DJ ക്രിസ്റ്റി. മറ്റേത് നോർമൽ ക്രിസ്റ്റി. ഇവനാണ് ഇക്സാൻ. ഇവൻ ഖത്തറിൽ ജനിച്ചവനാണ്. ഇവൻ വിഷയ നമ്മളുടെ വണ്ടിയിൽ മൊത്തത്തിൽ ഏകദേശം ഒരു $220 എണ്ണയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി. ഇത് 2ാമത്തെ പ്രാവശ്യമാണ്. കാരണം BC-യിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ എണ്ണയുടെ വില ഇച്ചിരി കൂടുതലായതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് അടിച്ചു. എല്ലാവരും ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് എല്ലാവരുമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത്. ക്രിസ്റ്റി ചേട്ടൻ രാവിലെ പരിപാടി തുടങ്ങി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പുള്ളി മൂടാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് നമ്മൾ ആ വണ്ടി എടുക്കാനുള്ള ഡീലർഷിപ്പിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ആ ഷോറൂമിലെത്തി. കിടക്കുന്ന സാധനം നോക്കേ. അവിടെ 2 കോർവെറ്റിൻ്റെ സ്പോർട്സ് കാർ കിടപ്പുണ്ട്. പക്ഷേ എൻ്റെ കണ്ണ് പോയത് ആ റോൾസ് റോയ്സിലോട്ടാണ്. അങ്ങനെ അവിടുന്ന് റോൾസ് റോയ്സൊക്കെ കണ്ട്. ഇതാണ് ആ ഫ്രണ്ടിൽ കാണുന്നതാണ് പാപ്പിച്ചേട്ടൻ എടുത്ത വണ്ടി. എൻ്റെ ഫുള്ള് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ലേറ്റർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ പിന്നെ ഒരിടത്ത് ഫുഡ് കഴിക്കാനാണ് വന്നത്. അപ്പോൾ പിന്നെ വണ്ടിയുടെ ഒരുപാട് വിശേഷങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പിലോട്ടായിരുന്നു. പിന്നെ കോൺസെൻട്രേഷൻ ഫുള്ള് നമ്മൾ ആ കാണുന്ന കടയിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പം നമ്മളെല്ലാവരും ഷവർമ്മയാണ് ഓർഡർ ചെയ്തത്.
നമ്മൾ അത് കഴിച്ച് എന്നിട്ട് നമ്മൾ അടുത്ത ക്യാമ്പിങ്ങിലോട്ട് പോവുകയാണ്. നമ്മളവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മളുടെ പ്രോപ്പറായിട്ടുള്ള ക്യാമ്പ് ചെയ്യുന്ന സ്ഥലം, അത് സിക്കമസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കെലോണ എന്ന് പറഞ്ഞ ആ ഒരു സിറ്റിയാണ്. ഞങ്ങൾ നിൽക്കുന്നതിനൊക്കെ കുറച്ചും കൂടി വലിയ സിറ്റിയാണ്. കുറച്ചും കൂടി നീളത്തിലുള്ള കുറേയും പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിറ്റിയാണ്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ക്യാമ്പിങ്ങിൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പം ഒരു വണ്ടിയും കൂടി ആയപ്പോഴത്തേക്ക് ആ ഒരു ഇടുക്കമൊക്കെ കുറഞ്ഞ് ഇപ്പം ഞങ്ങൾ 4 പേരും കൂടിയാണ് നമ്മുടെ വണ്ടിയിൽ വന്നത്. ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന ക്യാമ്പ് സൈറ്റ്. അത്യാവശ്യം ഭാഗ്യം ചെയ്ത് വേറെ ഒരു മനുഷ്യനും അടുത്തൊന്നും ഇല്ലായിരുന്നു, ക്യാമ്പ് ഗ്രൗണ്ടിലൊന്നും ഇല്ലായിരുന്നു. നമുക്ക് മാത്രമായിട്ട് തന്ന ഒരു ക്യാമ്പ് ഗ്രൗണ്ട് പോലെ തോന്നിയത്. അപ്പം നമ്മളുടെ ടെൻറ്റിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ ടെൻറ്റെല്ലാം അടിച്ച് 8 പേർക്കോളം കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെൻറ്റാണ്. അതിൻ്റെ മാട്രസ് കാര്യങ്ങളുടെയൊക്കെ പണികൾ നടക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെൻറ്റിൻ്റെ അകത്തുനിന്നുള്ള ലുക്ക്. 8 പേർക്ക് കിടക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളവിടെ ഒരു സൈഡിൽ നിന്ന് കുക്കിങ് എല്ലാം തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊരു തണുപ്പിന് തീയും കത്തിച്ച് ഇവിടെ നമ്മളെ ചിക്കൻ ഇവിടെ നിന്ന് വേവുന്നുണ്ട്. അപ്പം കാര്യങ്ങളൊക്കെ പട്ടാന്നായിരുന്നു ടെൻ്റ് അടിക്കുന്നതും എല്ലാം. ഇവിടെ കൃഷി ചേട്ടൻ പാട്ടൊക്കെ ഇട്ട് ഇവിടെ മൂടായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വൈബായിരുന്നു. അപ്പം ബാക്കി വീഡിയോസ് കാര്യങ്ങളെല്ലാം അടുത്തൊരു പാർട്ടിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺഡ്.